ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രമെന്ന പ്രത്യേകതയോടെയാണ് അയോധ്യയിലെ രാമക്ഷേത്രം പണി കഴിക്കപ്പെട്ടിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ രൂപഘടന തയ്യാറാക്കിയത് അഹമ്മദാബാദിലെ വാസ്തുശില്പികളായ ചന്ദ്രകാന്ത് സോംപുരയും മകൻ ആശിഷ് സോംപുരയുമാണ്. 28,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ 161 അടി ഉയരത്തിലാണ് ക്ഷേത്ര നിർമ്മാണം. ഉത്തർപ്രദേശിലെ അയോധ്യ നഗരത്തിൽ സരയൂ നദിക്കരയിലാണ് രാം മന്ദിർ അഥവാ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഹിന്ദുമതത്തിലെ ഒരു പ്രധാന ദൈവവും ത്രിമൂർത്തികളിൽ ഒരാളുമായ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിലൊന്നായ ശ്രീരാമന്റെ ജന്മസ്ഥലമായാണ് ഇവിടം വിശ്വസിക്കപ്പെടുന്നത്. 3 നിലകളിലായി 2.7 ഏക്കറിലായി പരന്നു കിടക്കുന്ന രാമക്ഷേത്രം ഭക്തർക്ക് ഒരു നവാനുഭവമായിരിക്കും സമ്മാനിക്കുക. 3 നിലകളിൽ താഴത്തെ നിലയിൽ ശ്രീരാമന്റെ ജീവിതം പൂർണ്ണമായും ചിത്രീകരിച്ചിട്ടുണ്ട്. ശ്രീരാമന്റെ ദർബാറായി പണി കഴിപ്പിച്ച 1ാമത്തെ നിലയിലായിരിക്കും ഇവിടേക്ക് എത്തുന്ന ഭക്തരെ ഏറ്റവും അധികം ആകർഷിക്കാൻ പോകുന്നത്. രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്നുള്ള പിങ്ക് സാൻഡ് സ്റ്റോണായ ബൻസി ബഹർപൂർ ഉപയോഗിച്ചാണ് ദർബാർ ഹാള് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 360 അടി നീളവും 235 അടി വീതിയും 161 അടി ഉയരവുമാണ് ക്ഷേത്രത്തിനുള്ളത്. രാമക്ഷേത്രത്തിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത അതിപവിത്രമായ അടിത്തറയാണ് നൽകിയിരിക്കുന്നത് എന്നതാണ്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നായി കൊണ്ടുവന്ന മണ്ണുകൾ ഉപയോഗിച്ചാണ് അടിത്തറ ചെയ്തിരിക്കുന്നത്. ജാൻസി, ബിത്തൂരി, ഹൽദിഘട്ടി, യമുനോത്രി, ചിത്തോർഗഡ്, സുവർണക്ഷേത്രം തുടങ്ങി 2587 പ്രദേശങ്ങളിൽ നിന്നുള്ള മണ്ണാണ് അടിത്തറയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പൂർണ്ണമായും കല്ലുകളിലാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നതും ഇരുമ്പോ ഉരുക്കോ ഉപയോഗിച്ചിട്ടില്ല. ക്ഷേത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ച ഇഷ്ടികകളിൽ ശ്രീറാം എന്ന് എഴുതിയിട്ടുമുണ്ട്. രാമേശ്വരത്തെ രാമസേതു നിർമ്മാണത്തെക്കുറിച്ചുള്ള ഐതിഹ്യത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഇത് ചെയ്തത്. കഴിഞ്ഞ വർഷം നടന്ന അഭിഷേക ചടങ്ങിൽ ഇന്ത്യയിലെ 150 നദികളിൽ നിന്നായി കൊണ്ടുവന്ന പുണ്യജലമായിരുന്നു ഉപയോഗിച്ചത്. കൂടാതെ വരും തലമുറയ്ക്കായി കരുതി വെച്ചിരിക്കുന്ന ചെമ്പ് തകിടം രാമക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഈ ടൈം ക്യാപ്സ്യൂൾ ക്ഷേത്രത്തിന് താഴെ 2000 അടി താഴ്ചയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ഈ ചെമ്പ് തകിടിൽ ക്ഷേത്രത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങളും ശ്രീരാമനെയും അയോധ്യയെയും കുറിച്ചുള്ള വിവരങ്ങളുമാണ് പതിച്ചിരിക്കുന്നത്. വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇതെന്നാണ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ചുമതലയുള്ള ട്രസ്റ്റ് ഭാരവാഹികൾ അടക്കം പറയുന്നത്. നാഗർ ശൈലിയിലുള്ള 360 തൂണുകളാണ് ക്ഷേത്രത്തിലുള്ളത്. ക്ഷേത്രത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ തൂണുകൾ. 5 വർഷവും 3 മാസവും കൊണ്ടാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രധാന മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. 2020 ക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടതും കഴിഞ്ഞ വർഷം ജനുവരിയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പ്രത്യേക ഡ്രസ് കോഡിന്റെ ആവശ്യമില്ല. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ദർശനം നടത്താൻ ഇവിടെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാമക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായി ആഗ്രഹിക്കുന്നവർക്ക് അടുത്തുള്ള വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും അറിഞ്ഞിരിക്കുന്നതും ഗുണം ചെയ്യും. മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ടാണ് അടുത്തുള്ള വിമാനത്താവളം. ട്രെയിനാണ് യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പ്രധാന റെയിൽവേ സ്റ്റേഷൻ അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷനാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.